പഠിച്ചു പോയേ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് എല്ലാം നമുക്കിപ്പോ LDCക്കോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിന് പഠിക്കുന്നത് പോലെ എല്ലാ SCRT NCRT ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും LDCക്കും ഡിഗ്രി ലെവൽ എക്സാംസിനും ഒക്കെ തയ്യാറെടുക്കുന്ന സമയത്ത് ഡിഗ്രി ഹോൾഡർ അല്ലാത്തവർക്കുള്ള ഏറ്റവും വമ്പൻ അവസരമാണ് ഇനി വരാൻ പോകുന്ന വേരിയസ് LGS നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 7ാം ക്ലാസ് യോഗ്യതയോടുകൂടി വരുന്ന ഒരു പരീക്ഷയാണ്. അത് മാത്രമല്ല, കോമ്പറ്റീഷൻ പൊതുവെ മറ്റുള്ള പരീക്ഷകളെ അപേക്ഷിച്ച് കുറച്ച് കുറവുള്ള ഒരു പരീക്ഷ കൂടിയാണിത്. കാരണം ഇന്നത്തെ കൂടുതൽ PSC ആസ്പിറൻസും ഡിഗ്രി ഹോൾഡേഴ്സ് ആണ് അല്ലെ. സോ അവർക്കൊന്നും ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഹോൾഡേഴ്സ് അല്ലാത്തവർക്ക്, ഡിഗ്രി കിട്ടിയിട്ടില്ലാത്തവർക്ക് ഏറ്റവും വമ്പൻ ഓപ്പർച്യൂണിറ്റി ആണ് അടുത്തതായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേരിയസ് LGS. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് പരീക്ഷയല്ല, അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള പരീക്ഷയാണ്, ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നിയമനം കൂടുതലുള്ള ഒരു പരീക്ഷ കൂടിയിട്ടാണ് നമ്മുടെ വേരിയസ് LGS വരുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷ ഒരുപാട് പേര് സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് അതിന് പഠിച്ചു തുടങ്ങേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം, എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മളവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവും അല്ലെ. സോ ആ സംശയം നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയോട് കൂടി നമുക്ക് അതങ്ങ് ക്ലിയർ ചെയ്തു പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് വേരിയസ് LGSന് തയ്യാറെടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആകാൻ പാടില്ല. അതിനുശേഷം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഡിഗ്രി കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആകാൻ പാടില്ല. ഓക്കെ, അതാണ് നമ്മുടെ ക്രൈറ്റീരിയ. പിന്നെ ഏജ് ലിമിറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മുടെ ജനറൽ കാറ്റഗറിക്ക് 36 വയസ്സായിരുന്നുവെങ്കിൽ ഇപ്പൊ എക്സ്ട്രാ 4 വർഷം കൂടി അവിടെ ആഡ് ആയി വരും. 40 വയസ്സ് വരെയുള്ളവർക്ക് ഇപ്പം പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ OBCയുടെ 39 വയസ്സായിരുന്നു, ഇപ്പൊ 43 വയസ്സ് വരെ ഉള്ളവർക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കുറെ കാലം മുമ്പ് PSC ആഗ്രഹിച്ചതാണ്, അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു 35 വയസ്സുണ്ട്, 38 വയസ്സുണ്ട്, എനിക്കത് PSCയിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങി വന്ന് എനിക്കൊരു ഗവൺമെന്റ് ജോബ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. നിങ്ങൾക്ക് സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സിലബസ് കൃത്യമായിട്ട് നമുക്ക് ഉന്നത പരീക്ഷകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സിലബസ് ഉണ്ട്. എന്താണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ട് വരുന്നത് ഒരു പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനം 40 മാർക്കിന് വരുന്നുണ്ട്. ഓർക്കുക, ഇത് സിലബസിന്റെ തുടക്കത്തിലുള്ള പോർഷൻ ആണ്. പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെ പഠിക്കണം, സയൻസിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അവൈലബിൾ ആണ്. സോ പഠിക്കാൻ തുടങ്ങുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ഒരു സിലബസ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. ശേഷം എന്തൊക്കെ അവിടെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് 40 മാർക്കിന് എന്ത് വരുന്നുണ്ട്, GK വരുന്നുണ്ട്, പൊതുവിജ്ഞാനം വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ് വരുന്നത്. 2027 ഈ പരീക്ഷ നടക്കാൻ പോകുന്നത്. 2026 അവസാനമാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ 2026 മുതലുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സയൻസിലേക്ക് പോകുമ്പോൾ സയൻസിൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. 10 മാർക്കിനാണ് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പിന്നെ പൊതുജനാരോഗ്യമാണ് നമ്മുടെ ലൈഫ് സയൻസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് 10 മാർക്ക് അവിടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ മലയാളവും ഇംഗ്ലീഷും ഇല്ല, മാത്സും മെന്റൽ എബിലിറ്റി മാത്രമേ ഉള്ളൂ. അതും ഒരു 20 മാർക്ക്. അങ്ങനെ മൊത്തത്തിൽ ഒരു 100 മാർക്കിനുള്ള പരീക്ഷയാണ് നമ്മുടെ വേരിയസ് LGS പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ഇതിന്റെ സിലബസ് നോക്കുക. സിലബസ് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. കയ്യിൽ വെച്ച ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് എങ്ങനെ പഠിക്കണം. ഞാൻ ഓഫ്ലൈൻ സെന്റേഴ്സിൽ പോയി പഠിക്കണോ, അതോ എൻട്രി ആപ്പ് യൂസ് ചെയ്ത് പഠിക്കണോ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് പഠിക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുക. നിങ്ങളൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ കൂടുതൽ സമയം ഒരു ഓഫ്ലൈൻ സെന്ററിൽ പോയി ഇരുന്ന് കളയാൻ സമയമില്ല എന്നുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സമയത്ത് രാത്രി, പാതിരാത്രിയും വെളുപ്പാങ്കാലത്തും ഒക്കെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ
നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മനസ്സിലാക്കുക, കൃത്യമായിട്ട് അതിന്റെ ആ ഒരു സിലബസ് കവർ ചെയ്യണം. കണ്ടന്റ് നോളേജ് ആണ് നമുക്ക് വേണ്ടുന്നത്. ഓരോ ടോപ്പിക്കിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നും അതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഫുള്ളി ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ടോപ്പിക്കിനെ സെറ്റ് ആക്കി എടുക്കുക എന്നതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അപ്പോൾ നമ്മൾ സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചു. നിങ്ങൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എൻട്രി ആപ്പ് ചൂസ് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുന്ന സമയത്തും ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യാം. ചില സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മറ്റതിനേക്കാളും ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പൊ എന്തൊക്കെ തോന്നിയാലും നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ട്രോങ്സ്റ്റ് ഏരിയയും വീക്കസ്റ്റ് ഏരിയയും ഏതാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി എടുക്കണം. എങ്ങനെ മനസ്സിലാക്കാം? സ്ട്രോങ്സ്റ്റ് ഏരിയ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന സമയം നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. റിവിഷൻ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ആ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാകും. ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ട്രോങ്സ്റ്റ് ഏരിയ ആണ്. പക്ഷേ വീക്കസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കത് തലയിലോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. എന്താണ് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ട് ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുപോലെ തന്നെ അതിന്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു, മാർക്ക് പോകുന്നു, നെഗറ്റീവ് വരുന്നു. അങ്ങനെയുള്ള സബ്ജക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ വീക്കസ്റ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോ നമുക്ക് സ്ട്രോങ്സ്റ്റ് സബ്ജക്റ്റുകളും കിട്ടി, വീക്കസ്റ്റ് സബ്ജക്റ്റുകളും കിട്ടി. ഇനി എന്താ അടുത്ത ചെയ്യേണ്ടത്? വീക്കസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. സ്ട്രോങ്സ്റ്റിനേക്കാളും വീക്കസ്റ്റിന് നമ്മൾ ഫോക്കസ് കൊടുക്കുക. അതിനെ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. നമുക്ക് വേണ്ടുന്നത് ഒരു ജോലിയാണ്. ജോലിക്ക് വേണ്ടിയിട്ട് ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സബ്ജക്റ്റുകളെല്ലാം ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകുന്നവർ എന്ത് ചെയ്യും? നമ്മളെക്കാളും മുകളില് റാങ്ക് നേടിപ്പോവും, ജോലി വാങ്ങിച്ചു പോകും. അതുകൊണ്ട് ഒരു സബ്ജക്ട് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ വീക്കസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതാണെന്ന് നോക്കിയിട്ട് എല്ലാ ദിവസവും അത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. കുറച്ച് സമയം അതിനായിട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാള് കഴിയുമ്പോൾ, നിങ്ങൾക്ക് ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും ഈ വീക്കസ്റ്റ് സബ്ജക്ട് ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രോങ്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ആ ഒരു പോയിന്റിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയേ പറ്റത്തുള്ളൂ. ഓരോ സബ്ജക്റ്റുകൾക്കും കൊടുത്തിരിക്കുന്ന മാർക്കുകൾ നമ്മൾ കണ്ടല്ലോ. അപ്പോ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ടൈം എടുത്ത് അത് പഠിച്ച് നല്ലപോലെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ സിലബസ് പ്രിന്റ് എടുത്തു, നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ അതിനകത്ത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് സ്ട്രോങ്സ്റ്റ് ആൻഡ് വീക്കസ്റ്റ് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കി, എക്സാം ചെയ്ത് നോക്കിയപ്പോൾ മാർക്ക് പോകുന്നതൊക്കെ എവിടെ നിന്നാണെന്നൊക്കെ മനസ്സിലാക്കി, എല്ലാം ക്ലിയർ ആയി. ഇനി നമ്മൾ ഇപ്പൊ ചെയ്തത് എന്താണ്? സിലബസ് പഠിച്ചു തുടങ്ങുകയാണ് ചെയ്തത്. ഇനി ഇതിനോടൊപ്പം തന്നെ പാരലൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? നമ്മുടെ SCRT NCRT പാഠപുസ്തകങ്ങൾ പഠിക്കുക. എടാ, നമ്മളെ LGS പരീക്ഷയാണ്, 7ാം ക്ലാസ് യോഗ്യതയാണെങ്കിൽ പോലും കഴിഞ്ഞ LGS പരീക്ഷയ്ക്ക് +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് NCRT ടെക്സ്റ്റ് ബുക്കിനെ എടുത്ത് കളയാൻ പറ്റത്തില്ല. നമ്മുടെ സിലബസുമായിട്ട് മെർജ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകൾ അടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു പോയേ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് എല്ലാം, നമുക്കിപ്പോ LDCക്കോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിന് പഠിക്കുന്നത് പോലെ എല്ലാ SCRT NCRT ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ സിലബസ് മെർജ് ചെയ്ത് വരുന്ന SCRT ആൻഡ് NCRT ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാ? അത് പഠിച്ചു പോയേ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ സിലബസ് ഉണ്ടല്ലോ, ആ സിലബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ടോപ്പിക്ക് അതിൽ നിന്ന് ഏതെങ്കിലും SCRT ചാപ്റ്റേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതിന്റെ ചാപ്റ്റേഴ്സ് ലിസ്റ്റ്, നിങ്ങൾ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ ഇവിടെ പിൻ ചെയ്തേക്കാം കേട്ടോ. നമുക്ക് നമ്മളുടെ എന്താണ് SCRT ആൻഡ് NCRTയുടെ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഉണ്ട്, PDF ഉണ്ട്. അതിന്റെ തുടക്കത്തിൽ ഇതേപോലെ NCRTയുടെ ചാപ്റ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ പേജിന്റെ, ആ PDF-ന്റെ
ലാസ്റ്റിലായിട്ടാണ് SCRT-യുടെ PDF കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യുക. ഇൻ കേസ് പിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പം സിലബസും പ്രിന്റ് എടുക്കാൻ കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് ലിസ്റ്റും പ്രിന്റ് എടുക്കാൻ കിട്ടി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഡെയിലി സ്റ്റഡി പ്ലാനർ സെറ്റ് ആക്കുക. ഡെയിലി സ്റ്റഡി പ്ലാനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്നത് നമുക്ക് സ്വയം ഒരു ബോധ്യം ഉണ്ടാകണം. ഒന്ന് ടാർഗറ്റ് ആണ്. ഓക്കെ, ടാർഗറ്റ് നിങ്ങളിപ്പം ഇന്ന് പഠിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളിലെ ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പം പല പല സബ്ജക്റ്റുകൾ മാറി മാറി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ദിവസം ഒറ്റൊരു സബ്ജക്ട് കൊണ്ടിരിക്കുന്നതിന് പകരം അതിനെ ടൈം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് ഇതൊരു 1 hour, ഇതൊരു 30 minutes, ഇതൊരു 45 minutes, അങ്ങനെ ടൈം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് മാറി മാറി പഠിക്കുകയാണെങ്കിൽ, പല പല സബ്ജക്റ്റുകൾ ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബോറടി മാറി കിട്ടുകയും ചെയ്യും. അതും കൊണ്ടിരിക്കുന്ന ആ ഒത്തിരി സമയം നമുക്ക് നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങളൊരു ഡെയിലി സ്റ്റഡി പ്ലാനർ സെറ്റ് ആക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇന്ന് പഠിച്ചു തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വൺസ് നിങ്ങൾ അത് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ, അത് രാത്രി ആകുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾ അതിനകത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ 5 ഉണ്ടെങ്കിൽ 4 ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ്സ് ഓക്കെ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്ക് നമ്മൾ അടുത്ത ദിവസത്തെ ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, എന്തൊക്കെ തന്നെ ആയാലും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. പഠിച്ചു തീർക്കുന്നതിലല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഡെയിലി പ്ലാനറിന് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇതേപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഇതേപോലുള്ള ചാറ്റ് ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നുള്ളവര് അങ്ങനെ വാങ്ങിച്ചാലും പഠിച്ചാൽ മതി. ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ഡെയിലി പ്ലാൻ സെറ്റ് ആക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ടൈമിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ദിവസവും അനുസരിച്ച് സിലബസും കംപ്ലീറ്റ് ആക്കി വരിക. അതുപോലെ തന്നെ SCRT ക്ലാസ്സുകളും കംപ്ലീറ്റ് ആക്കി വരിക. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്ലാസ് കേട്ട് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാസ് കണ്ടുകൊണ്ട് പഠിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടാകണം. വെറുതെ ക്ലാസ് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കരുത്. നമ്മുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടാകണം. ഈ നോട്ട്ബുക്കിനകത്ത് ഷോർട്ട് നോട്ട് എഴുതി വെക്കാൻ ശ്രമിക്കുക. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ വലിച്ചു വാരി എല്ലാ സബ്ജക്റ്റുകളും എഴുതി വെക്കാനല്ല പറയുന്നത്. വളരെ ഷോർട്ട് ആക്കി, വളരെ ഷോർട്ട് ഫോമിൽ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. സെന്റൻസുകൾ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ആ സെന്റൻസിന് എത്രത്തോളം നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റുമോ, ഒറ്റ വാക്കിൽ കൊണ്ടെത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒറ്റ സിമ്പലിൽ കൊണ്ടെത്തിക്കാൻ പറ്റുമോ, ആ ഒരു രീതിയിൽ നിങ്ങൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്താൽ അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് മെമ്മറി ബുക്ക്. ഈ മെമ്മറി ബുക്ക് ഷോർട്ട് നോട്ട് എഴുതുന്നതിന്റെ ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്മറി ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി പ്ലാൻ ചെയ്യുന്നതിനകത്തും മെമ്മറി ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്താണ് ഈ മെമ്മറി ബുക്ക്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നിൽക്കുന്നില്ല. ഓക്കെ, ചില കാര്യങ്ങൾ കമ്പാരിസൺസ് വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരുപാട് ടേംസ് ഒരേ കണക്കുള്ള കുറെ ചോദ്യങ്ങൾ പഠിക്കേണ്ടി വരുമ്പോഴോ, കുറെ വ്യക്തികളുടെ പേര് പഠിക്കേണ്ടി വരുമ്പോഴോ, ആദ്യത്തെ മന്ത്രിസഭ പോലുള്ള കാര്യങ്ങൾ, ഇന്ന വകുപ്പ്, ഇന്ന മന്ത്രി, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഈ മെമ്മറി ബുക്കിനകത്ത് നിങ്ങൾ എഴുതി വെക്കണം. മെമ്മറി ബുക്കിനകത്ത് എഴുതി വെക്കുന്നതിന്റെ ഗുണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഈ മെമ്മറി ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ചോദ്യം പോലും സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റാതെ നമുക്ക് വരത്തില്ല. എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്ത് നമുക്ക് നല്ല ഒരു ടോപ്പ് സ്കോറർ ആയിട്ട് നമുക്ക് നല്ലൊരു റാങ്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. മെമ്മറി ബുക്ക് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഷോർട്ട് നോട്ട് എഴുതുന്നത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ബുക്കിലായിരിക്കണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടി. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുമ്പ് നടന്ന LGS പരീക്ഷകളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു ദിവസം ഒരു 5 ചോദ്യങ്ങൾ വെച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. 5 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 5 കണക്റ്റഡ് ഫാക്ട്സ് കൂടി അതിന്റെ കൂട്ടത്തിൽ പഠിച്ചു പോകുക, അല്ലെങ്കിൽ ഒരു 10 കണക്റ്റഡ് ഫാക്ട്സ് കൂടി പഠിച്ചു പോവുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് PSC എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള ഒരു പാറ്റേൺ മനസ്സിലാകും, ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകും. ആ ഏരിയാസ് നമ്മൾ പിന്നീട് പഠിക്കുന്ന സമയത്ത് അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അയ്യോ, അന്ന് ആ ചോദ്യം വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അത് കൂടുതലായിട്ടും ഡീപ്പായിട്ടിരുന്ന് പഠിക്കാം എന്നുള്ളൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളില് വരികയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ആ ഒരു
രീതിയിൽ ഒരു ദിവസം ഒരു 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്, OMR ഷീറ്റ് പ്രാക്ടീസ്. നിങ്ങൾ ഒരുപാട് പേര് നല്ലതുപോലെ പഠിച്ചിട്ട് പോകും, പക്ഷെ എക്സാം ഹാളിൽ പോയി ഇരിക്കുന്ന സമയത്ത് ടീച്ചർ പറയും OMR ഒന്ന് സൂക്ഷിച്ച് ചെയ്യണേ, ശ്രദ്ധിച്ച് ചെയ്യണേ. ഇങ്ങനെ പറയുമ്പോ തന്നെ നമ്മുടെ കിളി പോകും അല്ലെ. അയ്യോ തെറ്റോ എന്ന് ഓർത്താൽ ഉള്ള ടെൻഷനിൽ നമ്മൾ എന്ത് ചെയ്യും, തെറ്റിക്കും അല്ലെ. അതുകൊണ്ട് നമ്മളിപ്പോ മാർക്കിങ്ങിലോ എന്തെങ്കിലും അവിടെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പണി കിട്ടും. അതുകൊണ്ട് അത് കാരണം എന്താണ്, നമുക്ക് ആ പേടി വരുന്നത് എന്താണ്, നമുക്ക് ആ OMR ഷീറ്റ് വലിയ പരിചയം ഇല്ല. നമ്മൾ ആ എക്സാം ഹാളിൽ വല്ലപ്പോഴും പോയിരിക്കുന്ന സമയത്ത് മാത്രം കാണുന്ന ഒരു ഷീറ്റാണത്. അതുകൊണ്ടാണ് നമുക്കത് പേടി വരുന്നത്. പകരം നമ്മൾ അത് സ്ഥിരമായിട്ട് നമ്മുടെ മുന്നിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലോ പിന്നീട് എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ അത് സാധാരണ ഒരു പേപ്പർ ആയിട്ട് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം, OMR ഷീറ്റ് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് വാങ്ങിച്ച് അത് ചെയ്യാം. ഇപ്പം നിങ്ങൾ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്ത് മോക്ക് എക്സാംസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു OMR ഷീറ്റിന്റെ ഒരു കോപ്പി ഉണ്ടാവും, നിങ്ങൾക്ക് അത് യൂസ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതിന്റെ 10 100 രൂപയ്ക്ക് എന്തോ ഇതിന്റെ ഷീറ്റ് ചെറിയ ബുക്ക് വാങ്ങി കഴിഞ്ഞിട്ട് അത് നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്ത് ചെയ്താലും മതി. ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോ OMR ഷീറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെല്ലാവരും ചെയ്തിരിക്കാൻ ശ്രമിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വെറുതെ പഠിക്കുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യാതെ മുന്നോട്ട് പോകരുത്. ഒരു ദിവസത്തെ ഡെയിലി പ്ലാൻ സെറ്റ് ആക്കുമ്പോൾ അതിൽ 1 മണിക്കൂർ എന്ത് ചെയ്തിരിക്കണം, റിവിഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കണം. എല്ലാവരും പുതിയ സബ്ജക്റ്റുകൾ പഠിച്ചു തീർക്കാനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ പഠിച്ച കാര്യങ്ങളിൽ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നമ്മൾ എത്രത്തോളം പഠിച്ചത് വെറുതെ ആയി പോയില്ലേ. പകരം അവിടെ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അവിടെ നമ്മൾ റിവിഷൻ ചെയ്തിരിക്കണം. പ്രോപ്പർ റിവിഷൻ വേണം കേട്ടോ. 1, 4, 7 റൂള് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, 147 റൂള്. എന്താണ് ഈ 147 റൂള്? അന്നന്ന് പഠിച്ച കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക. അതിനുശേഷം ഇന്ന് പഠിച്ച കാര്യങ്ങൾ 4ാമത്തെ ദിവസം വീണ്ടും എടുത്ത് റിവിഷൻ ചെയ്യുക. അതിനുശേഷം ഇന്ന് പഠിച്ച കാര്യങ്ങൾ 7ാമത്തെ ദിവസം എടുത്ത് വീണ്ടും റിവിഷൻ ചെയ്യുക. അങ്ങനെ ഒരു ടോപ്പിക് ഒരു 3 റിവിഷൻ സൈക്കിളിലൂടെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആ ടോപ്പിക് നമുക്ക് പക്കാ സെറ്റ് ആയിരിക്കും. പിന്നീട് നമ്മൾ ഒന്നും ചിന്തിക്കേണ്ടി വരത്തില്ല. മനസ്സിലായോ? അപ്പോ റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു തുടങ്ങുന്നവരെല്ലാരും തന്നെ റിവിഷൻ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ വേരിയസ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട്. അപ്പോ എല്ലാവർക്കും നല്ല ഒരു വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ സെപ്റ്റംബറിൽ നമ്മുടെ സ്പെഷ്യൽ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 8891090666 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്റെ സ്പെഷ്യൽ ബാച്ച് നിങ്ങൾ ചോദിച്ചു, അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാം. നമ്മുടെ ബാച്ചിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ തരും. അതിനനുസരിച്ച് ഡെയിലി എക്സാംസ് ഉണ്ടാകും, മോക്ക് എക്സാംസ് ഉണ്ടാകും, ടാസ്ക് വൈസ് എക്സാംസ് ഉണ്ടാകും, മോഡൽ എക്സാംസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സുകളായിരിക്കും കൂടുതൽ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഡെയിലി പഠിക്കാനുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും, PDF നോട്ടുകൾ ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി മത്സരിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ബാച്ചിലുണ്ടാകും. സോ നിങ്ങൾക്ക് എന്താ ചെയ്യാം, നമ്മൾ കറക്റ്റ് ആയിട്ട് ഇന്ന സമയത്തിനുള്ളിൽ ഒരു പഠിച്ച് പോർഷൻസ് കവർ ചെയ്യാനും പിന്നീട് റിവിഷൻ ചെയ്യാനും നല്ല അടിപൊളിയായിട്ട് ഒരു എക്സാമിന് ഒരു 2 മാസം മുമ്പായിട്ട് ഒരു ക്രാഷ് കോഴ്സ് കൂടി തരും. അതായത് നമ്മൾ ആദ്യം മുതൽ അന്ന് വരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കുന്നു. റിവിഷനിലൂടെ ലൈവിലൂടെ ഒക്കെ മാക്സിമം റിവിഷൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ബാച്ചില് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വെറുതെ ആയിരിക്കും, നിങ്ങൾക്ക് ഒരിക്കലും അത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നല് വരത്തില്ല. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം വെറുതെ വന്ന് ജോയിൻ ചെയ്ത് അവിടെ എന്ത് നടക്കുന്നു എന്നറിയാനായിട്ട് ആരും അങ്ങോട്ടേക്ക് വരണ്ട. പഠിക്കാം. ഞാൻ ഉറപ്പായിട്ടും ഞാനൊരു ദിവസം ഒരു 4 മണിക്കൂർ പഠനത്തിനായിട്ട് ഞാൻ മാറ്റിവെക്കാം എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. സോ നമുക്ക് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.